വളരെ ഷോക്കിംഗ് ആയിട്ടുള്ള അനുഭവമാണ്. കേരളത്തിൻ്റെ ചീഫ് സെക്രട്ടറിയെ പോലെ ഒരാൾക്ക് നിറത്തിൻ്റെ പേരിൽ അധിക്ഷേപം നേരിടുന്നു എന്ന് പറഞ്ഞാൽ കേരളീയ സമൂഹം എത്രമാത്രം രോഗാതുരമായി മാറിയിരിക്കുന്നു എന്നതിൻ്റെ തെളിവാണ്. ചീഫ് സെക്രട്ടറിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ ഇന്നലെ അർദ്ധരാത്രി തന്നെ വായിച്ചു. നേരിട്ടൊരാൾ വന്നിട്ട് പറയാണ്, നിറത്തെക്കുറിച്ച് പറയാണ്. അപ്പോൾ എന്തൊരു മാനസികാവസ്ഥയാണ് നമ്മുടെ നാട്ടിൽ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്നാണെന്ന് കാണേണ്ടത്. സ്പീക്കറായിരിക്കുമ്പോൾ ഒരു റൂളിങ്ങിൽ ഞാൻ ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചിരുന്നു. നിറം, ശാരീരികമായ പ്രത്യേകതകൾ, ജാതി, മതം ഇങ്ങനെയുള്ള ഇവയുടെയൊക്കെ പേരിലുള്ള വ്യക്തി അധിക്ഷേപം അത് നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു രോഗാതുരതയെയാണ് കാണിക്കുന്നത് എന്ന് ചൂണ്ടിക്കാണിച്ചിരുന്നു. ചീഫ് സെക്രട്ടറി മാത്രമല്ല, ദൈനംദിനം എത്രയോ പേർ അവഹേളിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. RV രാമകൃഷ്ണൻ്റെ അനുഭവം നമ്മുടെ മുമ്പിലുണ്ട്. രാഷ്ട്രീയത്തിൽ പിന്നെ ഇപ്പോൾ അത് പതിവാണ്. ഇപ്പം പലരും ചീഫ് സെക്രട്ടറിയെ പിന്തുണച്ച് രംഗത്ത് വരുന്നത് കണ്ടു. പക്ഷേ അവരിൽ പലരും രാഷ്ട്രീയത്തിൽ എതിർചേരിയിലുള്ളവരെ അധിക്ഷേപിച്ചപ്പോൾ അങ്ങനെയല്ല നിലപാടെടുത്തിട്ടുള്ളത്. തൊലിയുടെ നിറത്തിൻ്റെ പേരിൽ, അച്ഛൻ്റെ പേരിൽ, അച്ഛൻ്റെ തൊഴിലിൻ്റെ പേരിൽ ഒക്കെ ആക്ഷേപിക്കപ്പെട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ഇത് നമ്മുടെ സമൂഹം ഇപ്പോൾ മാലിന്യ സംസ്കരണത്തെക്കുറിച്ചാണ് ഇത്ര നേരം സംസാരിച്ചുകൊണ്ടിരുന്നത്. നമ്മൾ സംസ്കരിക്കേണ്ട വേറൊരു മാലിന്യമാണ് ഈ മനോഭാവം എന്നത്. ഇപ്പം മാലിന്യ സംസ്കരണം ജൈവ അജൈവ മാലിന്യ ദ്രവമാലിന്യ സംസ്കരണത്തിൽ മാത്രം ഒതുങ്ങേണ്ടതല്ല. ഈ എന്താ പറയുക, ചിന്താമാലിന്യവും മനോഭാവത്തിലെ മാലിന്യവും സംസ്കരിക്കേണ്ടതാണ്. ഞാൻ പൂർണ്ണമായിട്ടും ചീഫ് സെക്രട്ടറിയോട് ഐക്യദാർഢ്യം രേഖപ്പെടുത്തുന്നു. മാത്രമല്ല, ചീഫ് സെക്രട്ടറി ഇത് തുറന്ന് പറയാൻ കാണിച്ച ധൈര്യം അഭിനന്ദനാർഹമാണ്. അതുകൊണ്ട് ഇന്നൊരു വലിയ ചർച്ചയായിട്ട് ഉയർന്നു വന്നു. അവരെപ്പോലൊരാളത് തുറന്ന് പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ, ആ അധിക്ഷേപം നിശബ്ദമായി സഹിച്ചിരുന്നുവെങ്കിൽ ഈ ചർച്ച ഉയർന്നു വരില്ലായിരുന്നു. അപ്പോൾ ആ ചർച്ചകൾ ഉയർന്നു വരണം. ഈ മനോഭാവത്തിനെതിരായിട്ടുള്ള ഒരു മനോഭാവം നമുക്ക് വളർത്തിയെടുക്കാൻ കഴിയണം. കഴിഞ്ഞ കുറച്ചു കാലമായിട്ടുള്ളൊരു സ്ഥിതി എന്താണെന്ന് ചോദിച്ചാൽ, ക്ലാസിഫിക്കേഷൻ കേന്ദ്ര ടൂറിസം മന്ത്രാലയമാണ് നടത്തേണ്ടത്. പക്ഷെ അവർ യഥാസമയം നടത്തുന്നില്ല. അപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. ഈ പരിശോധന പൂർത്തിയായി ക്ലാസിഫിക്കേഷൻ കിട്ടുന്നത് വരെ ഇത് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാറുണ്ട്. അവർക്കുള്ള ലൈസൻസ് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാറുണ്ട്. അല്ലെങ്കിൽ വലിയ നഷ്ടം, സാമ്പത്തിക നഷ്ടം സംസ്ഥാനത്തിനുണ്ടാവും.